എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 10ാമത്തെ ചാപ്റ്ററുമായിട്ടാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലെ അവസാനത്തെ ചാപ്റ്ററാണ്, അതായത് 6ാം ക്ലാസ് സയൻസിലെ അവസാനത്തെ ചാപ്റ്ററാണിത്. ബാക്കി എല്ലാ ചാപ്റ്ററുകളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. ഈ ഒരു ചാപ്റ്ററിന്റെ പേര് രൂപത്തിനും ബലത്തിനും എന്നാണ്. നിരവധി ചോദ്യങ്ങൾ PSC പരീക്ഷകളിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നിലനിൽക്കുന്നതിനും സഹായിക്കുന്ന ശരീരത്തിന് പുറത്തു കാണുന്ന ആവരണമാണ് ബാഹ്യാസ്ഥികൂടം. നമ്മൾ ബാഹ്യമെന്നും പറയാറുണ്ട്, അകത്ത് എന്നുള്ളതിനും പറയാറുണ്ട്. അപ്പോ പുറത്ത് കാണുന്നത് എന്താണ്? ബാഹ്യമാണ്. ശരീരഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനും ആകൃതി നിലനിൽക്കുന്നതിനും സഹായിക്കുന്ന ശരീരത്തിന് പുറത്ത് കാണുന്ന ആവരണമാണ് ബാഹ്യാസ്ഥികൂടം എന്നുള്ളത് അവിടെ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുക. ബാഹ്യാസ്ഥികൂടത്തിന്റെ അവശേഷിപ്പുകളാണ് മത്സ്യങ്ങളുടെയും ഉരഗങ്ങളുടെയും ചെതുമ്പലുകള്, പക്ഷികളുടെ തൂവലുകള്, ജന്തുക്കളിലെ രോമങ്ങള്, കൊമ്പുകള്, നഖങ്ങള്, കുളമ്പുകള് മുതലായവ. കട്ടി കുറഞ്ഞ പുറന്തോടുള്ള ജീവിക്ക് ഉദാഹരണമാണ് പഴുതാര. പഴുതാരയ്ക്ക് എന്താണ്? കട്ടി കുറഞ്ഞ പുറന്തോടാണുള്ളത്. കട്ടിയുള്ള പുറന്തോടുള്ള ജീവിക്ക് ഉദാഹരണമാണ് വണ്ട്, ഞണ്ട്, ചിപ്പികൾ തുടങ്ങിയവ. നമുക്ക് അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവിക്ക് ഉദാഹരണമാണ്, ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ ടെക്സ്റ്റ് ബുക്കിൽ, നക്ഷത്ര ആമ. ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന അസ്ഥികൂടം അറിയപ്പെടുന്നത് ആന്തരാസ്ഥികൂടം. മനുഷ്യനൊക്കെ ആന്തരാസ്ഥികൂടമാണുള്ളത് കൂടുതലായിട്ടും. ശരീരത്തിനുള്ളിൽ കാണപ്പെടുന്ന അസ്ഥികൂടമാണ് ആന്തരാസ്ഥികൂടം. പശു, ആട് തുടങ്ങിയ ജീവികളുടെ അസ്ഥികൂടങ്ങൾ ശരീരത്തിനുള്ളിലാണ്. ഇവ അറിയപ്പെടുന്നത് എന്താണ്? ആന്തരാസ്ഥികൂടം എന്നാണ്. ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവുമുള്ള ജീവികൾക്ക് ഉദാഹരണം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചീങ്കണ്ണിക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. മുതലയ്ക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. ആമയ്ക്ക് ആന്തരാസ്ഥികൂടവും ബാഹ്യാസ്ഥികൂടവും ഉണ്ട്. ആന്തരാസ്ഥികൂടമുള്ള മറ്റ് ജീവികളാണ് പശു, അതേപോലെ ഗോട്ട്, ആട്. അസ്ഥികളുടെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ, അസ്ഥികളാണ് ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത്. അസ്ഥികള് ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നു. അസ്ഥികള് ചലനത്തിന് സഹായിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ശരീരത്തിലെ ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടിയെല്ലാണ്. ശരീരത്തിന് ഏറ്റവും ബലമുള്ള എല്ല് കീഴ്ത്താടിയെല്ല്. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥിയാണ് കീഴ്ത്താടിയെല്ല്. PSC 1 മാർക്ക് ചോദ്യം. തലയോട്ടിയിൽ ചലന സ്വാതന്ത്ര്യമുള്ള ഏക അസ്ഥി മറ്റേ മാൻഡിബിൾ മാക്സില്ല എന്നും ചോദിക്കാം. അങ്ങനെയാണ് മാക്സില്ലയാണ്, കീഴ്ത്താടി എല്ലാണ് വരിക. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. PSC 1 മാർക്ക് ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് വാരിയെല്ലുകളാണ്. ശ്വാസകോശങ്ങൾ, ഹൃദയം എന്നിവയെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നത് വാരിയെല്ലുകൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ്. PSC 1 മാർക്ക് ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ചെവിക്കുള്ളിലെ സ്റ്റേപ്പിസ് ആണ്. ശരീരത്തെ നേരെ നിർത്തുന്ന അസ്ഥി നട്ടെല്ലാണ്. ശരീരത്തെ നേരെ നിർത്തുന്ന അസ്ഥി ഏതാണെന്ന് ചോദിച്ചാൽ നട്ടെല്ലാണ്. ജനിക്കുന്ന സമയത്ത് ശരീരത്തിൽ ഏകദേശം എത്ര എല്ലുകൾ ഉണ്ടാവും? 300. PSC 1 മാർക്ക് ചോദ്യമാണ്. ജനിക്കുന്ന സമയത്ത് ഏകദേശം എത്ര എല്ലുകൾ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ 300 എല്ലുകളാണ് ഉണ്ടാവുക. പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ എത്ര എല്ലുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ 206 എല്ലുകളാണ് പ്രായപൂർത്തിയായ ഒരാളുടെ ശരീരത്തിൽ ഉണ്ടാവും. തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ ചെവിയിലും മൂക്കിലുമാണ് നമുക്ക് തരുണാസ്ഥികൾ കാണാൻ കഴിയുക. തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ചെവിയിലും മൂക്കിലുമാണ്. ചെവിയിലും മൂക്കിലും. ഇനി മനുഷ്യ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ അസ്ഥികളുടെ എണ്ണം നമുക്കൊന്ന് നോക്കാം. തലയോടിൽ 22 അസ്ഥികളുണ്ട്. വാരിയെല്ലിൽ 24 അസ്ഥികളുണ്ട്. ഓരോ കാലിലും 30 ഉണ്ട്. അരക്കെട്ടിൽ 2 എണ്ണമുണ്ട്. നട്ടെല്ലിൽ 33 എണ്ണമുണ്ട്. ഓരോ കൈയിലും 32 എണ്ണമുണ്ട്. മാറലില് 1 ആണുള്ളത് എന്നുകൂടി അവിടെ ഓർത്തിരിക്കുക.
പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അസ്ഥിസന്ധികൾ അഥവാ ജോയിന്റ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ജോയിന്റിൽ വേദന എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ്. പലതരം ചലനങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും സഹായിക്കുന്ന അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് അസ്ഥിസന്ധികൾ. അസ്ഥികൾക്ക് സംഭവിക്കുന്ന സ്ഥാനമാറ്റം അറിയപ്പെടുന്നത് സ്ഥാനഭ്രംശം എന്നാണ്. അസ്ഥികൾക്ക് സംഭവിക്കുന്ന സ്ഥാനമാറ്റം നമ്മൾ അറിയപ്പെടുന്നത് സ്ഥാനഭ്രംശം എന്നാണ്. ശക്തമായ ആഘാതമേൽക്കുമ്പോൾ അസ്ഥികൾ ഒടിയാറുണ്ട്. ഇതിനെ അസ്ഥിഭംഗം എന്ന് പറയുന്നു. ശക്തമായ ആഘാതമേൽക്കുമ്പോൾ അസ്ഥികൾ ഒടിഞ്ഞു പോവാറുണ്ട്. ഇതിനെ നമ്മൾ പറയുക അസ്ഥിഭംഗം എന്നാണ്. ശക്തമായ ആഘാതമേൽക്കുമ്പോൾ അസ്ഥികൾ ഒടിയാറുണ്ട്. ഇതിനെ അസ്ഥിഭംഗം എന്നാണ് പറയുക. ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ മരമോ ലോഹമോ പ്ലാസ്റ്റിക്കോ കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപകലുകയാണ് സ്പ്ലിന്റ്. ഒടിവുള്ള എല്ല് നിശ്ചലമാക്കി വെക്കാൻ വേണ്ടി മരം ഉപയോഗിച്ചോ ലോഹം ഉപയോഗിച്ചോ പ്ലാസ്റ്റിക്കോ കൊണ്ട് നിർമ്മിച്ച ഉറപ്പുള്ള താങ്ങുപലകയാണ് സ്പ്ലിന്റ്. അസ്ഥികളുടെ കാഠിന്യത്തിന് കാരണം കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. കാൽസ്യം ഫോസ്ഫേറ്റ് കുറഞ്ഞാൽ അസ്ഥികളുടെ കാഠിന്യവും കുറയും. ഇനി PSC പരീക്ഷയ്ക്ക് നിരന്തരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു ടേബിൾ ആണ്. ആ ടേബിൾ അത്രയും ഇമ്പോർട്ടന്റ് കൊടുത്തത് കൊണ്ടാണ് SCRT അതേപോലെ അത് എടുത്തിട്ടുള്ളത്. ആദ്യത്തെ ഗോളരസന്ധിയാണ്. ഗോളരസന്ധി എവിടെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ തോളെല്ല് സന്ധിയിലും ഇടുപ്പെല്ല് സന്ധിയിലുമാണ് ഗോളരസന്ധി ഉണ്ടാവുക. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ ചലന സ്വാതന്ത്ര്യമുള്ളത് ഗോളരസന്ധിയാണ്. ഒരു അസ്ഥിയുടെ അറ്റത്തുള്ള ഉരുണ്ട ഭാഗം മറ്റൊരു അസ്ഥിയുടെ കുഴയിൽ തിരിയുന്നു. അപ്പോൾ 360 ഡിഗ്രിയിലും ഇതിന് തിരിയാൻ കഴിയും. അതുകൊണ്ട് ഏറ്റവും സ്വാതന്ത്ര്യമുള്ളത് ഗോളരസന്ധിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അടുത്തത് വിജാഗിരി സന്ധിയാണ്. കൈമുട്ട് കാൽമുട്ട്, കൈമുട്ടിലും കാൽമുട്ടിലുമാണ് വിജാഗിരി സന്ധി ഉള്ളത്. വിജാഗിരി പോലെ ഒരു ഭാഗത്തേക്ക് മാത്രം ചലിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത എന്നുള്ളത്. അടുത്തത് കീലസന്ധിയാണ്. കീലസന്ധി കഴുത്തിലാണ് കാണപ്പെടുക. അത് തലയോടും നട്ടലിന്റെ മുകൾ ഭാഗവും ചേരുന്ന സ്ഥലത്താണ് നമുക്ക് കാണാൻ കഴിയുക. ഒരു അസ്ഥി മറ്റൊന്നിൽ ഇരു ദിശകളിലേക്കും തിരിയുന്നു എന്നുള്ളതാണ് കീലസന്ധിയുടെ പ്രത്യേകത. ഇത് മൂന്നും എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ്. ചെറിയ കുട്ടികളുടെ അസ്ഥികൾക്ക് ബലം കുറയാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അത് കാൽസ്യം ഫോസ്ഫേറ്റിന്റെ നിക്ഷേപം കുറവായതിനാലാണ്. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കുമ്പളങ്ങ, പേരക്ക, പടവലങ്ങ, ചാമ്പയ്ക്ക, പാൽ തുടങ്ങിയവ. കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് കുമ്പളങ്ങ, പേരക്ക, പടവലങ്ങ, ചാമ്പയ്ക്ക, പാല് തുടങ്ങിയവ. പിന്നെ അതിൻ്റെ കൂടെ ചെറു മത്സ്യങ്ങളിലും എന്തുണ്ട്? കാൽസ്യം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രായമായവരിൽ അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് ആഗിരണം ചെയ്തു പോകുന്നത് കൊണ്ടാണ് ഈ പ്രായമായവരിൽ അസ്ഥിയുടെ ബലക്ഷയം ഉണ്ടാകുന്നത്. പ്രായമായവരിൽ അസ്ഥിയുടെ ബലക്ഷയത്തിന് കാരണം ശരീരത്തിന് വേണ്ട കാൽസ്യം അസ്ഥികളിൽ നിന്ന് ആഗിരണം ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു യൂണിറ്റ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതോടുകൂടി നമ്മൾ 6ാം ക്ലാസ്സിലെ സയൻസ് കൂടി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ മറ്റ് വീഡിയോകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.